ഹായ് ഗായ്സ്, ഇതാണ് ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ റിസപ്ഷൻ. ലീ റോയൽ ഹോട്ടൽ എന്നുള്ള ലബനോണിലെ ഹോട്ടലാണ്. അപ്പോൾ അതിൻ്റെ റിസപ്ഷൻ ലോബിയാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ആഡംബരം നിറഞ്ഞൊരു ഹോട്ടൽ തന്നെയാണ്. നമുക്ക് ഈ ഹോട്ടലിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കാം, എങ്ങനെയാണ് ഈ ഹോട്ടലിൻ്റെ ഉൾവശമൊക്കെ എന്ന്. ഇവിടെ കുറേ ഡയമണ്ട്സിൻ്റെയും വാച്ചിൻ്റെയൊക്കെ ഒരു കളക്ഷനൊക്കെ ഉണ്ട്. പിന്നെ ഈ ലെബനോൻ എന്ന് പറഞ്ഞാൽ ആൻഷ്യൻ സിറ്റിയാണ്. അപ്പോൾ അവിടുത്തെ പഴയ കാര്യങ്ങളുടെയൊക്കെ ഒരു കളക്ഷനും എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ലോബിയിൽ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യം, പിയാനോ, പിന്നെ സൈഡിലൊരു ബാറുണ്ട്, ലോബി ബാർ എന്ന് പറഞ്ഞാൽ. ഇവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളൊക്കെ ആവശ്യമുള്ളവർക്ക് കിട്ടും. പിന്നെ 5 സ്റ്റാർ ആയതുകൊണ്ട് പൈസ ഇത്തിരി കൂടുതലാണ്. അങ്ങോട്ട് കുറച്ച് ഷോപ്പുകളും ഇതിൻ്റെ അകത്ത് ചെറിയ ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ സൗകര്യങ്ങളുണ്ട്. പല പിന്നെ ജിമ്മുണ്ട്, സോണയുണ്ട്, സ്റ്റീം ബാത്ത് ഉണ്ട്, കുറേ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട്. ഇതുണ്ട്, ഫ്ലവറൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഒരു ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന ഒരു വിശാലമായിട്ടുള്ള ഒരു ഹോട്ടലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ കണ്ടുപിടിക്കൽ ഒരു ടഫ് ടാസ്ക്കാണ്. കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ വന്നത് ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സ്ഥലങ്ങളാണ്. പിന്നെ ഇടാൻ പോണത് ബൈബിളോസ് എന്ന് പറഞ്ഞ ഒരു സിറ്റിയാണ്. അതൊരു 7000 വർഷം പഴക്കമുള്ളതും പിന്നെ അവിടുത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ വളരെ പുരാതനമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ സിറ്റി പോകാനുള്ളതുകൊണ്ട് ഹോട്ടൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി സമയം കിട്ടാൻ പണിയാണ്. പിന്നെ ഈ റിസപ്ഷനിൽ നിന്ന് പുറത്ത് പോകാൻ നേരത്ത് ഒരു അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്, സീ വ്യൂ ആണ് ഇവിടുന്ന് കാണാൻ പറ്റണത്. അപ്പോൾ അതാണ് റിസപ്ഷൻ. അപ്പോൾ റിസപ്ഷനിലെ ഇത് കഴിഞ്ഞ് നമ്മൾ സ്വിമ്മിങ് പൂളിൻ്റെ അങ്ങോട്ട് പോകും, ലോബിയിലൂടെ. ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ രാവിലത്തെ വ്യൂ എന്ന് പറയുന്നത്. കണ്ടില്ല, ലബനോൺ നഗരം ഉണർന്നു വരുന്നതേ ഉള്ളൂ. ഇവിടെ താഴെ ഒരു നല്ല സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട്. ഇതേപോലെ ഒരു 4-5 പൂളുണ്ട് ഇതിൻ്റെ അകത്ത്. ഒരു ഷിപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണതാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു സൈഡിൽ ദൂരെ ആ കാണുന്നത് പോർട്ടാണ്, ലബനോൻ ബെയ്റൂത്തിലെ പോർട്ടാണ്. പിന്നെ കണ്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഇത് നമ്മുടെ മല പോലെയാണ്, മലയാണ് ശരിക്കും. ആ മലയിൽ ബിൽഡിങ്ങുകൾ ഭയങ്കര സ്റ്റെപ്പായിട്ട് വന്നേക്കുന്നത്. അതുകൊണ്ട്